അതെ, അത് ഈ നിലയ്ക്കല്ല. അത് കുട്ടി ജനിച്ച ബാങ്ക് വിളിക്കാത്ത വിഷയത്തിൽ അവിടെ പഴയകാലം മുതൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടുത്തെ അഭിപ്രായ വ്യത്യാസം ആ ഹദീസ് സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്നാണ്. ഒരു ഹദീസുണ്ട്, ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയവർ ഹദീസിൽ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അടുത്ത ചെവിയിൽ ഇഖാമത്ത് വിളിക്കുക എന്നാണ് ഉള്ളത്. ആ ഹദീസ് സ്വഹീഹാണോ സ്വഹീഹല്ലേ, അത് ഇന്നും തന്നെ തുടങ്ങിയല്ല. പഴയകാലം മുതൽ അഹ്ലുസുന്നയുടെ പഴയകാല പണ്ഡിതന്മാർ മുതൽ തന്നെ അതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ, ഇമാം ബുഖാരി മുതൽ ഇമാം ബൈഹഖി മുതൽ ഇമാം അഹമ്മദ് മുതലൊക്കെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്ന് മുതൽ അവരുടെ ഗ്രന്ഥങ്ങൾ അവർ രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട്. ഇഖാമത്ത് ബാങ്ക് മാത്രം പറഞ്ഞത് വേറുണ്ട്, ബാങ്കും ഇഖാമത്തും ഒന്നിച്ച് പറഞ്ഞതുമുണ്ട്. ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഇഖാമത്ത് പറയുന്ന ഹദീസ് മാത്രം ലഈഫാണ്, എന്നാൽ ബാങ്ക് മാത്രം പറഞ്ഞ ഹദീസിൽ പിന്നെ ലഈഫല്ല, അത് സ്വീകാര്യോഗ്യമാണ്. അത് ഓരോ പരമ്പര എടുത്താലും അതൊക്കെ ലഈഫാണ്. ഓരോ പരമ്പര എടുത്താൽ അതൊക്കെ ദുർബലങ്ങളാണ്. എന്നാൽ അത് ഷവാഹിദുണ്ട്, ഷവാഹിദ് തവാബി എന്ന് പറയുന്നത് ഒരു പരമ്പരയിൽ ദുർബലതയുണ്ടെങ്കിൽ ആ ദുർബലതയെ പരിഹരിക്കാവുന്ന മറ്റൊരു പരമ്പര അപ്പുറത്തൂടെ വരിക. സാധാരണ നമ്മൾ ഈ വാഴ ഒടിയാൻ നിൽക്കുന്നതിന് മുട്ടെടുക്കാറിയോ, അതാണ് ഷവാഹിദ് പറഞ്ഞത്. ഒരു ഹദീസ് എടുക്കുമ്പോൾ പരമ്പര നോക്കുന്നത് ലഈഫായിരിക്കും. പക്ഷെ അതിൻ്റെ പരമ്പരയിൽ ഒരു കുഴപ്പമുണ്ട്, മറ്റൊരു പരമ്പര വന്നു, ആ പരമ്പരയിൽ വേറെ കുഴപ്പമുണ്ട്. ഇതിലുള്ള പ്രശ്നം അതിലില്ല, അതിനുള്ള പ്രശ്നം ഇതിലുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പോരായ്മ ആ സനദ് കൊണ്ട് പരിഹരിച്ചു എന്ന് പറയും. പരിഹരിക്കാൻ ഒരുപാട് നിബന്ധന ഉണ്ട്. എല്ലാത്തിനും അങ്ങനെ എല്ലാ ലഈഫിനെയും ഇതിന് പരിഹാരമായി കാണാൻ പറ്റൂല. അതിന് ഏതൊക്കെ പരിഹരിക്കാൻ പറ്റുമൊക്കെ പറ്റുമൊക്കെ നിയമങ്ങളുണ്ട്. അതിനാണ് ഷവാഹിദ് തവാബി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസുകൾക്ക് ഷാഹിദുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും, അഥവാ ഉപോത്പരകമായി വന്ന മറ്റു ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം കൂട്ടി വെക്കുമ്പോൾ ഇതൊരു അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പം 3, 4, 5, 6, 8, 10 പരമ്പര സംഗതി വന്നു. എല്ലാ പരമ്പരയും എന്തെങ്കിലും ന്യൂനത ഉണ്ട്. എന്നാലും ഈ വ്യത്യസ്ത പരമ്പരയിൽ വന്നതുകൊണ്ട് ഇതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന് ഗ്രഹിക്കാം. എന്നാൽ ഒരു പരമ്പര മാത്രം എടുത്തു നോക്കിയാലോ ലഈഫായിരിക്കും, മറ്റേ പരമ്പര മാത്രം എടുത്താൽ അതും ലഈഫായിരിക്കും. അപ്പോൾ എല്ലാ പരമ്പരയും ലഈഫാണ്. അതുകൊണ്ട് എല്ലാ പരമ്പരയും പരിഗണിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നതിന് എല്ലാ പരമ്പരയും ലഈഫാണ്, അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല. ചിലർ പറയും എല്ലാ പരമ്പരയും ലഈഫാണെങ്കിലും ആ ദുർബലതയെ പരിഹരിക്കാൻ മാത്രമുള്ളത് മറ്റു അനുബന്ധമായ സഹായകമായി വന്ന ഉപയോഗമായി വന്ന പരമ്പരകളിലൂടെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് അമൽ ചെയ്യാൻ പറ്റും എന്ന് പറയും. ഈ ചർച്ചയാണ് ആദ്യകാലം മുതലേ ഉള്ളത്. അതുകൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയവർ അത് പ്രകാരം അമൽ ചെയ്യാൻ പറഞ്ഞു. സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയവർ പറഞ്ഞു അത് പ്രകാരം അമൽ ചെയ്യാവതല്ല, കാരണം ഈ ഹദീസ് സ്വഹീഹല്ല. അപ്പോൾ അത് സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്ന ചർച്ചയാണ് ആ വിഷയത്തിൽ ഉള്ളത്. എന്നാൽ പൊതുവെ ആദ്യകാലം മുതൽ ഇതുവരെയുമുള്ള പണ്ഡിതന്മാരൊക്കെ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചു പോകുന്നത് അത് സ്വഹീഹ് അല്ല എന്ന് പറഞ്ഞവർ പോലും എന്നാലും അത് ഒരു ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പൊതുവെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ രൂപത്തിലേക്ക് അതിനാരും പറഞ്ഞിട്ട് ഇപ്പം ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം അടക്കമുള്ളവരൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിമിന് ഗ്രന്ഥമുണ്ട്, പിന്നെ തുഹ്ഫത്തുൽ മൗലൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം എഴുതിയ ഗ്രന്ഥമാണിത്. അവർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് തുഹ്ഫത്തുൽ മൗലൂദ്, സ്നേഹ സമ്മാനം ഫി അഹ്കാമിൽ മൗലൂദ്, കുട്ടിയുമായി ബന്ധപ്പെട്ട ഹുക്മുകളിലുള്ള സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടവും ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ തെളിവ് സ്ഥാനത്ത് ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മൗലൂദ്. ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അതേപോലെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ അവരൊക്കെ ഗ്രന്ഥങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബിദ്അത്താണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം, അനാചാരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാവതല്ല, സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏറി വന്നാൽ നമുക്ക് ഹദീസ് ദുർബലമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്ത് സുന്നത്തില്ല എന്ന് പറയാം. സുന്നത്താണ് എന്ന് പറയാൻ മാത്രം നമുക്ക് വകുപ്പില്ല. എന്നാൽ ചെയ്യൽ തെറ്റാണോ ബിദ്അത്താണോ വെച്ചാൽ അല്ല. കാസർഗോഡ് സംസാരത്തിൽ വെച്ചാൽ അദ്ദേഹത്തിന് സൂക്ഷ്മത കുറവാണോ, അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യത കുറവാണോ എന്നറിയില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അനാചാരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചത്. അത് സൂക്ഷ്മത കുറവ് തന്നെയാണ്. ആ പദപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ പറയാവതല്ല. നിർപ്പതങ്ങൾക്ക് മുമ്പ് ലേഖനം നമ്മൾ വന്നിട്ടുണ്ട്, അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. നിർപ്പത്തിൽ ലേഖനം വന്നപ്പോഴും ഈ ഹദീസിന് സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അത് നല്ല കാര്യമാണ് എന്ന രൂപത്തിലാണ് അവിടെ അത് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അനാചാരമായി നമുക്കതിനെ അങ്ങനെ മുദ്രകുത്തി ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന, സാധാരണ മറ്റു ബിദ്അത്തുകൾ എണ്ണുന്ന പോലെ ഇതൊരു ബിദ്അത്തായി എണ്ണി പറയേണ്ട കാര്യം
അതിന് മാത്രം അതൊരിക്കലും ഇല്ല. സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതും അങ്ങനെ ചർച്ചയാക്കി ഒന്നാകെ ഒരു ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സൂക്ഷ്മത കുറവാ സംസാരിച്ച വ്യക്തിക്ക് അവിടെ പറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്കൊക്കെ സംഭവിക്കാം, അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം. പറയുന്ന ഏത് കാര്യത്തിലും എല്ലാത്തിനും 100% എല്ലാ ഭാഗം നോക്കി എല്ലാ ദിവസവും വായിച്ച് അതിൻ്റെ എല്ലാ ശരീരത്തിലും നോക്കിയിട്ടാവില്ല നമ്മളൊന്നും സംസാരിക്കരുത്. ഇതൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഇതിലൊക്കെ ഒരു പക്ഷേ അബദ്ധങ്ങൾ സൂക്ഷ്മത കുറവൊക്കെ വരാം. ഒരാളുടെ ഇപ്പം എല്ലാ ഹദീസും എല്ലാവരും എപ്പോഴും വായിച്ച് മനസ്സിലാക്കും, അതെല്ലാം ഓർമ്മയിൽ നിന്നുകൊണ്ടൊന്നും ആവുന്നല്ലോ ഒരു വിഷയം സംസാരിക്കാം. എന്നാലും പൊതു സമൂഹത്തോട് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങേറ്റം സൂക്ഷ്മത ആവശ്യമാണ്. അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. അതെ, അത് ഇതിപ്പോൾ വെറും ദഈഫല്ല, ദഈഫാണോ സ്വഹീഹാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അപ്പം ആ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നത്. അപ്പം ചില പണ്ഡിതന്മാർ സ്വഹീഹ് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ദഈഫ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കുടെ വിധേയത്ത് പറയാൻ ധൈര്യം വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇത്തിഫാക്കായി ദഈഫാണെന്ന് മുദ്രകുത്തി അങ്ങനെ ഒഴിവാക്കിയതാണെങ്കിൽ പിന്നെ ചർച്ച ചെയ്യാനില്ല. ഇത് ദഈഫാന്ന് പറഞ്ഞവരുമുണ്ട്, സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സൂക്ഷ്മത എന്നുള്ളതിലേക്ക് നമ്മളെ വിധേയത്ത് എന്ന് പറയണ്ട, സുന്നത്ത് പറയണ്ട. സുന്നത്ത് പറയണമെങ്കിൽ നമുക്ക് സ്വഹീഹാന്ന് ബോധ്യപ്പെടണം. അപ്പം അങ്ങനെ സ്വഹീഹാന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ട് സുന്നത്ത് പറയണ്ട. ഒരാൾ ബാങ്ക് വിളിച്ചു, അത് തെറ്റാണ്, വിധേയത്താണ്, കുറ്റകരമാണ്, അനാചാരമാണ് എന്ന് പറയാൻ പറ്റുമോ വെച്ചാൽ അത് പറ്റുകയില്ല. അല്ലാഹു അക്ബർ. ഇഖാമത്തിന് ഹദീസ് പൊതുവെ ഇതിനേക്കാൾ കുറച്ചും കൂടെ പിന്നെ ദുർബലത കൂടിയതാണ്. അതുകൊണ്ട് മറ്റ് സ്വഹീഹാന്ന് പറഞ്ഞവരും ഇഖാമത്ത് പറയുന്ന ഹദീസ് ദഈഫാണ് എന്ന് അവരും കൂടെ അതിൽ ഏതാണ് ഇത്തിഫാക്കായ കാര്യമാണ്. അതെ, അതാണ് സ്വഹിനോട് മാത്രമല്ല. ഇത്രയും കാലം ഈ നൂറ്റാണ്ടുകൾ മുഴുവനും ഒരുപാട് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ അതൊരു അദബായി മര്യാദയായി പഠിപ്പിച്ച് പോന്നിട്ടുമുണ്ട്. അപ്പോൾ ആ നിലക്ക് തന്നെ അതൊരു അമൽ പിന്നെ ചെയ്യുക എന്നോട് തന്നെയാണ് മുസ്ലിം ലോകം ഇത്രയും കാലമായി കൈമാറി പോകുന്നതും ഫിഖഹിന്റെ എല്ലാ കിതാബിലും ചർച്ച ചെയ്തു പോകുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അത് ഒഴിവാക്കി തള്ളിക്കളയാൻ മാത്രം അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമല്ല. അല്ലാഹു അക്ബർ.